ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചു പോകുന്ന വഴിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ പെൺകുട്ടി വന്ന് അച്ചുവിൻ്റെ പോലീസ് ജീപ്പിന് മുന്നിൽ ചാടുകയാണ്. പെട്ടെന്ന് തന്നെ അച്ചു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി അപ്പോൾ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാറേ എന്നെ രക്ഷിക്കണം, എന്നെ അയാൾ കൊല്ലാൻ വരികയാണെന്ന് പറയാണ്. ആരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അയാൾ വരുന്നുണ്ട്. ആ പെൺകുട്ടിയെ കൊല്ലാനായി ഒരു കത്തിയുമായാണ് അയാൾ ഓടി വരുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ പേടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ എന്നെ ഇയാൾക്ക് വിട്ടുകൊടുക്കരുത്, ഇയാൾ എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ അച്ചു ആ പെൺകുട്ടിയെ സുരക്ഷിതമായി നിർത്തുകയാണ്. ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ കത്തിയോണ്ട് കുത്താൻ പോകുന്ന സമയത്ത് അച്ചു അയാളെ തടഞ്ഞ് അവർ തമ്മിൽ അങ്ങനെ കയ്യാങ്കളിയാവുകയാണ്. അച്ചു അയാളെ അടിക്കാൻ നോക്കുന്നതും ആ പെൺകുട്ടി പറയുന്നുണ്ട്, സാറേ ഇയാളെ ഒന്നും ചെയ്യരുത്, ഇതെന്റെ ഭർത്താവാണെന്ന് പറയാണ്. അച്ചു അങ്ങനെ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നതും ആ ചെറുപ്പക്കാരൻ ഓടി രക്ഷപ്പെടുകയാണ്. പിന്നീട് അച്ചു ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈന്റ് തരൂ എന്ന് പറയാണ്. അങ്ങനെ അച്ചു അവിടെ നിന്ന് പോവാനായി നിൽക്കുന്നതും ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അടുത്താണ് താമസം, എനിക്ക് അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണ്, സാറൊന്ന് എന്നെ അവിടെ കൊണ്ടുപോയി വിടുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അച്ചു തന്റെ വണ്ടിയിൽ കയറ്റി ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാണ്. ഈ വീട്ടിൽ ആരാണ് ഇപ്പോൾ ഉള്ളതെന്ന് അച്ചു ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്റെ അമ്മ ഇവിടെയുണ്ട്, ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇവിടെയാണ് താമസം എന്ന് പറയാണ്. അങ്ങനെ അച്ചു അവിടെ നിന്ന് പോവാനായി നിൽക്കുന്നതും ആ പെൺകുട്ടി അച്ചുവിനോട് പറയുന്നുണ്ട്, സാറേ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോകൂ എന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഇല്ല ഞാൻ കയറുന്നില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അച്ചു വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ അച്ചുവിനെ നോക്കി താൻ ചെയ്ത പ്ലാനുകളെല്ലാം സക്സസ് ആയെന്ന രീതിയിൽ ചിരിക്കുന്നുണ്ട്. അച്ചുവിനെ ട്രാപ്പിലാക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു ആ പെൺകുട്ടിയുടേത്. അതിനുശേഷം മധുവിനെ വിളിച്ച് ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയാണ്. അങ്ങനെ പുറത്ത് വെച്ച് അവർ രണ്ടുപേരും മെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ മധുബാല ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ മുകുന്ദൻ എന്ന്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിന്റെ അനിയനാണ് അതെന്ന്. മധുബാല അപ്പ പറയുന്നുണ്ട്, മഞ്ജുവിന്റെ ഭർത്താവൊന്നല്ലല്ലോ മുകുന്ദനും അവന്റെ ഭാര്യ രമ്യയും കൂടി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, നേരിട്ട് ഞാൻ അവരെ കണ്ടിരുന്നെങ്കിൽ നല്ലത് കൊടുത്തേനെ. മുകുന്ദൻ എന്നെ ഫോൺ ചെയ്തിരുന്നു, ഞാൻ മധു എന്നുള്ള ഏതൊരുത്തനാണെന്ന് കരുതി. മധുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഡിറ്റക്റ്റീവ് അന്വേഷണമായിരുന്നു അത്. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. മഞ്ജുവിന്റെ ഫോൺ എന്തിനാണ് അവര് പരിശോധിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലേ? ഭർത്താവിന്റെ അനിയനെ വരെ പേടിച്ച് ജീവിക്കണോ? നീ ഇത് ആവർത്തിക്കാൻ പാടില്ല, മഞ്ജു സ്ട്രോങ് ആയി നിൽക്കണം, എന്നെ കണ്ടു പഠിക്കേ. 10,000-കണക്കിന് ആരാധകരുള്ള JK വരെ തള്ളിക്കളഞ്ഞവളാണ് ഈ മധുബാല എന്നങ്ങനെ മധുബാല പറയുന്ന സമയത്ത് മഞ്ജു അങ്ങനെ ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവളുടെ ഭർത്താവ് എത്തുകയാണ്. അവര് രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നീട് ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, SI എന്തു പറഞ്ഞുവെന്ന്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട്, വനിതാ കമ്മീഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനായി പറഞ്ഞു, ഞാൻ വീട്ടിനകത്തേക്ക് വിളിച്ചിട്ടും അയാൾ കയറാതെ പോയി. എന്തായാലും നമ്മൾ ഭാര്യയും ഭർത്താവുമാണെന്ന് അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തുടക്കം ഉഗ്രൻ തന്നെയായി. ഇതൊരു കൊട്ടേഷൻ ആണെന്ന് അയാൾക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല. ഇത്തവണ എന്തായാലും അയാളെ നമുക്ക് കീഴ്പ്പെടുത്താമെന്നാ തോന്നുന്നത് എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, നമ്മൾ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ച സാറിനെ നീയൊന്ന് വിളിക്കുകയെന്ന് പറയാണ്. അങ്ങനെ ആ പെൺകുട്ടി അയാളെ വിളിക്കുകയാണ്. അച്ചുവിനെ പൂട്ടാൻ വിജയ് ശങ്കർ കൊടുത്ത ഒരു കൊട്ടേഷനാണിത്. ആ പെൺകുട്ടിയുടെ കോള് കാണുന്നതും വിജയ് ശങ്കർ ഫോൺ എടുത്ത് എന്തായി എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം പെൺകുട്ടി വിശദമായി തന്നെ വിജയ് ശങ്കറിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഗുഡ്, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അച്ചു ഒരു ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, ഉള്ള കാര്യങ്ങൾ തന്ത്രപൂർവ്വം ചെയ്യണം എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, സാറ് പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ മടക്കി കയ്യിൽ തരാമെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അത് മതി, ഞാൻ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് വിജയ് ശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിന്നെ ഞാൻ പൂട്ടും അച്ചു എന്ന്. അതിനുശേഷം മധുബാല പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞ് മഞ്ജു അമ്പാട്ട് വീട്ടിൽ വന്ന് മുകുന്ദനെയും രമ്യയെയും രുക്കുവിനെയും മുൻനിർത്തി ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ ഫോൺ പരിശോധിച്ചത്? മരുമകളായി അമ്പാട്ട് വീട്ടിലേക്ക് ആദ്യമായി വന്നത് ഞാനാണ്. എത്രയോ വർഷമായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പോലും എന്റെ ഫോണിലേക്ക് ഫോൺ ചെയ്തിട്ടില്ല, ഒരു മുൻകാമുകൻ പോലും എനിക്ക് പ്രേമലേഖനം അയച്ചിട്ടില്ല. എന്നിട്ടിപ്പോ നിങ്ങൾക്കൊക്കെ എന്നെ സംശയമാണല്ലേ? എന്റെ ഫോണിൽ ആരുടെയൊക്കെ നമ്പർ ഉണ്ടെന്ന് പരിശോധിച്ചത് എന്നെ സംശയമുള്ളത് കൊണ്ടല്ലേ? കിട്ടിയ കുടുംബത്തിൽ പിറന്ന നല്ലൊരു കൂട്ടുകാരിയാണ് മധുബാല.
പ്പത്തിന് വേണ്ടിയാണ് മധു എന്ന് സേവ് ചെയ്തത്. അപ്പോൾ അതിന്റെ പേരിൽ CBI അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സംശയമുണ്ടെങ്കിൽ തന്നെ രുക്കുവിനും രമ്യയ്ക്കും എന്നോട് നേരിട്ട് സ്വകാര്യമായി ചോദിക്കാമായിരുന്നല്ലോ. അതാണ് മര്യാദ. അല്ലാതെ മുകുന്ദൻ മധുബാലയെ വിളിച്ച് അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് അവരോട് വിരട്ടുന്ന ഭാഷയിൽ സംസാരവും നാണം കെട്ടത് ഞാനാണെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, സംശയം തോന്നിയിട്ടല്ല വിളിച്ചത്. കാലം വളരെ മോശമാണല്ലോ. ചേച്ചിക്ക് അറിയാതെ പോലും ഒരു അബദ്ധം പറ്റരുതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നങ്ങനെ രുക്കു പറയാണ്. മഞ്ജു എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം. മധു എന്നത് ഒരു സ്ത്രീയല്ല, പുരുഷൻ തന്നെയാണെന്നിരിക്കട്ടെ. ആർക്കാണ് ഇവിടെ പ്രശ്നം? ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം? എന്റെ ഭർത്താവിന് മാത്രം എനിക്ക് വിശദീകരണം കൊടുത്താൽ മതി. വിഷയം ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ വീട്ടിലെന്താ എനിക്ക് സ്വകാര്യതയില്ലേ, സ്വാതന്ത്ര്യമില്ലേ? എനിക്കറിയണം. ഇങ്ങനെ അപമാനം കെട്ട് ഞാൻ ഇവിടെ ജീവിക്കണോ എന്ന് ഒന്ന് ആലോചിക്കട്ടെ. അവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവും. പക്ഷെ അതിനു മുന്നേ എനിക്ക് എന്റെ ഭർത്താവിന്റെ ഷെയർ കിട്ടണം. എങ്കിൽ ഞാൻ പോവാം, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ലെന്ന് മഞ്ജു അങ്ങനെ തീർത്തു പറയുകയാണ്. പിന്നീട് ചിന്നു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ചിന്നുവിന്റെ ഫ്രണ്ട് ആർച്ച് എന്ന കുട്ടിയുടെ ഫോൺ വാങ്ങി JK ഇനി എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷനായി ചിന്നു അങ്ങനെ ആ ഫോണിൽ നിന്ന് JK വിളിക്കുകയാണ്. നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന JK കോള് വരുന്നതും ഫോൺ എടുക്കുന്നുണ്ട്. ആരായെന്ന് ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ അമ്പലത്തിൽ നിന്ന് കുറച്ച് മാറി നിന്ന് ഫോണിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഹലോ, JK സാറല്ലേ? ഞാൻ സ്ഥിരമായി സാറിന്റെ ബുക്കുകൾ വായിക്കുന്ന ഒരാളാണ്. പേര് ഗോപിക. സാറിന്റെ ഒരു പുസ്തകം വായിച്ചിട്ട് കുറെ നാളായി. പുതിയൊരു നോവൽ എഴുതി തുടങ്ങിയെന്ന് അറിഞ്ഞു. കഴിയുന്നതും വേഗം സാർ അത് എഴുതി വേഗം പൂർത്തിയാക്കണം. വായിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സാറിനെ പോലുള്ളവർ എഴുതുന്നത് വായിക്കാനായി എന്നെ പോലുള്ള കുറെ പേർ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. സാർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഴുതി തീർക്കണം എന്നങ്ങനെ ചിന്നു പറയുമ്പോ JK പറയുന്നുണ്ട്, എഴുത്തിന്റെ കാര്യമാണ്, എന്നെഴുതി തീരുമെന്നറിയില്ല, എങ്കിലും എത്രയും വേഗം എഴുതാനായി ശ്രമിക്കാമെന്ന് പറയുമ്പോ ചിന്നുവിന് സന്തോഷാവുകയാണ്. ചിന്നു പറയുന്നുണ്ട്, അത് മതി സാർ. സാറിനോട് കുറച്ചു നേരമെങ്കിലും എനിക്ക് സംസാരിക്കാനായി കഴിഞ്ഞല്ലോ. എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ വാക്കുകൾ സാറിന് കുറച്ചെങ്കിലും ഇൻസ്പിറേഷൻ ആയെങ്കിൽ അതെന്റെ ഭാഗ്യം. ശരി, എത്രയും പെട്ടെന്ന് നോവൽ എഴുതി തീർക്കണേ സാർ എന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് വക്കീൽ ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അർച്ചന വരുന്നതും കാത്തുകൊണ്ട് മഞ്ജു അങ്ങനെ ഹോളിൽ നിൽക്കുകയാണ്. അർച്ചന വീട്ടിലേക്ക് വരുന്നതും മഞ്ജു അങ്ങനെ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് ചേച്ചി പോയാൽ മതി എന്നങ്ങനെ മഞ്ജു പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് മുകുന്ദനും വരികയാണ്. അർച്ചന എന്നിട്ട് മഞ്ജു എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് പേർ സംശയിക്കുന്നുണ്ട്. ചേച്ചി ഒരു ദിവസം എത്ര പേരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ആരുടെയൊക്കെ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അവരുടെ പേരുകളെല്ലാം ചിലപ്പോൾ ഷോർട്ടായിട്ടായിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്. ഞാനും അബദ്ധത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ പേര് അങ്ങനെ ഷോർട്ടായി സേവ് ചെയ്തു. ഏതൊരു പുരുഷനാണെന്ന് കരുതി മുകുന്ദൻ എന്റെ കൂട്ടുകാരിയെ വിളിച്ച് ഫയർ ചെയ്തു. എമ്മയും ഇതിനെല്ലാം കൂട്ടുനിന്നു. എന്തൊക്കെയാണ് ചേച്ചി എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നതെന്ന്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, ചേച്ചി കരുതുന്നത് പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല ചേച്ചി, ഇത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ്. ഏട്ടത്തി പറയുന്നത് പോലൊന്നുമില്ലെന്ന് മുകുന്ദൻ അങ്ങനെ പറയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, മുകുന്ദൻ ഇത് വലിയ സംഭവമല്ലായിരിക്കും, പക്ഷേ എന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാനാണ് ഇൻസൾട്ട് ആയത് എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്താണ് ആ കൂട്ടുകാരിയുടെ പേരെന്ന്. മഞ്ജു ആണെങ്കിൽ മധുബാല എന്ന പേര് പറയാൻ മടിച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതിപ്പോ എന്തിനാണ് ചേച്ചി അറിയുന്നത്, അല്ലല്ലോ ഇവിടത്തെ വിഷയം. എനിക്കിതൊന്നും അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. അത്രയും അപമാനം എനിക്ക് സംഭവിച്ചു എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, മഞ്ജു തന്നെ പറ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിക്കോളാം. കിടക്കാൻ ഒരു വീട് എനിക്കുമുണ്ട്. ഞാൻ എന്തായാലും പോവും. അനന്തേട്ടന് അവകാശപ്പെട്ടതെല്ലാം എനിക്ക് തന്നാൽ മതിയെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ അർച്ചന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ അപ്പോ അതാണ് കാര്യമല്ലേ എന്ന്. മഞ്ജു എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, എപ്പോ അവകാശം തരുമെന്ന്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ എന്തായാലും തരാൻ പറ്റില്ല, നാളെയും പറ്റില്ല, അനന്തം വരട്ടെ, ഇപ്പൊ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ എന്തായാലും ആ കൂട്ടുകാരിയുടെ നമ്പർ ഇങ്ങ് തന്നേക്ക്, ഞാൻ വിളിച്ചൊരു സോറി പറയാം, എന്താ പോരെ എന്ന് ചോദിക്കുമ്പോ മഞ്ജു മനസ്സിൽ അങ്ങനെ പേടിച്ചുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ പെട്ടല്ലോ എന്നങ്ങനെ ചിന്തിച്ച് അർച്ചനയോട് പറയുന്നുണ്ട്, വേണ്ട, ഞാൻ അവരോട് സോറി പറഞ്ഞിട്ടുണ്ട്, നീയിപ്പൊ എല്ലാവരും കൂടി സോറി പറയണ്ട എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ചിന്നു പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. പിന്നീട് മഞ്ജുവിന്റെ മൂഡ് ഓഫ് ആയതിനുള്ള കാരണങ്ങൾ അങ്ങനെ ചിന്നുവും അർച്ചനയും കൂടി സംസാരിക്കുകയാണ്. അതിനുശേഷം ചിന്നു വിളക്ക് കൊളുത്തുന്നുണ്ട്. അർച്ചന അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം നേർവഴിക്ക് നീ ആക്കി തരണം എന്നങ്ങനെ അർച്ചന പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.